അവസാനം CPM-ന്റെ വാലാട്ടിയായി നടക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് തന്നെ കണ്ണൂരിലെ ഇന്നലത്തെ പരസ്യമായ BJP CPM ബന്ധം കണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു. ഇത് CJP എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ രാജ്യം മുഴുവൻ കമ്മ്യൂണിസവും മാർക്സിസവും തകർന്നാലും കേരളത്തിലെ കണ്ണൂരിൽ മാത്രം ആ പാർട്ടി തകരില്ല എന്ന് കരുതിയവരാണ് മറ്റു പാർട്ടിക്കാർ പോലും. അങ്ങനെ സംഭവിച്ചാൽ അത് മറ്റൊരു അത്ഭുതമായിരിക്കുമെന്നും എല്ലാവരും കണക്കുകൂട്ടിയതുമാണ്. എന്നാൽ അതും സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുന്നു എന്നതിൻ്റെ കാരണം അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പണയം വെക്കുക എന്നുള്ളതാണ്. അതാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ട് ഇപ്പം കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ നയവും വർഗീയത അടിച്ചേൽപ്പിക്കുന്ന പാഠ്യപദ്ധതിയും കേരളത്തിലും പഠിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരു ഉളുപ്പുമില്ലാതെ നരേന്ദ്രമോദിക്ക് മുന്നിൽ ഒപ്പുവെച്ച പിണറായി വിജയൻ്റെ നാടായ കണ്ണൂരിൽ അതിലും വലിയ രഹസ്യ ബാന്ധവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CPM-ന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ UDF ഭരിക്കുന്ന കോർപ്പറേഷൻ അവതരിപ്പിച്ച പ്രമേയത്തെ, അതും സംഘപരിവാറിനെതിരെയുള്ള ഒരു പ്രമേയത്തെ CPM എതിർത്തിരിക്കുന്നു. അതും BJP കൗൺസിലർമാരുടെ കയ്യും പിടിച്ചുകൊണ്ട്. ഇതിലും വലിയ അത്ഭുതവും തകർച്ചയും CPM-ന് ഇനി കാണാനില്ല. RSS CPM സംഘടനത്തിലും കൊലപാതക പരമ്പരകളിലും ചുരുങ്ങിയത് 100-ലധികം CPM-കാർ മരിച്ചു വീണ മണ്ണാണ് കണ്ണൂർ. അതിനേക്കാളേറെ RSS BJP പ്രവർത്തകരും CPM-ന്റെ കൊലക്കത്തിക്കും ബോംബിനും ഇരയായ മണ്ണാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ CPM-ഉം BJP-യും ഹൃദയം കൊണ്ട് ഒന്നായതോടെ രക്തസാക്ഷി കുടുംബങ്ങൾ ഒന്നടങ്കം പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ്. പാവങ്ങൾ കൊലക്കത്തിക്കും ബോംബിനും മുന്നിൽ വീണ് പിടഞ്ഞ് മരിക്കുന്നു, കുടുംബങ്ങൾ അനാഥമായി മാറുന്നു. പിണറായി വിജയനും മറ്റു നേതാക്കളും മക്കളെ വിദേശത്ത് പഠിപ്പിച്ച് തട്ടിപ്പിലൂടെ ഭരണസ്വാധീനം ഉപയോഗിച്ച് കോടികൾ സമ്പാദിച്ചു കൂട്ടുന്നു. മണിമന്ദിരങ്ങളിൽ അവർ അന്തിയുറങ്ങുന്നു. അതെല്ലാം സഹിച്ച് ജീവിച്ച പാവം പ്രവർത്തകരുടെ നെഞ്ചിലേക്ക് വീണ്ടും കത്തി താഴ്ത്തി ഇറക്കിക്കൊണ്ടാണ് BJP RSS പാർട്ടികൾ ഇന്നലെ കെട്ടിപ്പിടിച്ചത് കണ്ണൂർ നഗരത്തിൽ. CPM ഉമ്മ കൊടുത്തിരിക്കുകയാണ് BJP നേതൃത്വത്തിന്. രക്തസാക്ഷികൾ എന്നല്ല, ആത്മാഭിമാനമുള്ള ഒരു CPM കുടുംബവും കണ്ണൂരിൽ ഇനി പ്രവർത്തിക്കാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതായത് PM ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുള്ള കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പ്രമേയത്തെ CPM-ഉം BJP-യും ഒന്നിച്ചു നിന്നാണ് എതിർത്ത് തോൽപ്പിക്കാൻ നോക്കിയത്. പക്ഷേ UDF വിട്ടുകൊടുത്തില്ല, അത് വേറെ കാര്യം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ ഈ വിയോജനക്കുറിപ്പിൽ CPI-യുടെ അംഗം ഒപ്പുവെച്ചില്ല എന്നുള്ളതാണ്. CPI കൗൺസിലർ KV അനിതയാണ് ഈ വിയോജനക്കുറിപ്പിൽ ഒപ്പുവെക്കാതെ CPM-ന്റെ മുഖത്തേക്ക് ആ പ്രമേയം വലിച്ചെറിഞ്ഞത്. UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ UDF കൗൺസിലർ കൊണ്ടുവന്ന PM ശ്രീ സംബന്ധിച്ച പ്രമേയത്തെ തോൽപ്പിക്കാൻ ആകില്ല എന്നറിഞ്ഞിട്ടും CPM-ഉം BJP-യും ഇന്നലെ കെട്ടിപ്പുണരുകയായിരുന്നു. LDF-ന് 19-ഉം BJP-ക്ക് 1 കൗൺസിലറുമാണ് കണ്ണൂർ നഗരസഭയിൽ ഉള്ളത്. ഇതിൽ CPI-യുടെ ഏക കൗൺസിലറാണ് അനിത. അവർ ആത്മാഭിമാനം മുറുകെ പിടിച്ചപ്പോൾ CPM BJP-ക്ക് കീഴ്പ്പെടുകയായിരുന്നു. നമുക്കറിയാം കണ്ണൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. പഴയ കഥകളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ഈ 90-കൾ മുതൽ നടന്ന കൊലപാതകങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. KV സുധീഷ് എന്ന SFI നേതാവിനെ അച്ഛനും അമ്മയ്ക്കും മുന്നിൽ RSS-കാർ കൊന്നുതള്ളിയപ്പോൾ അതിൻ്റെ പക തീർത്തത് KT ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ കുട്ടികളുടെ മുന്നിലിട്ട് ക്ലാസ് മുറിയിൽ വെട്ടിക്കൊന്നിട്ടാണ്. അന്നു മുതൽ അടുത്ത കാലം വരെ കുടുംബം പോറ്റാൻ പോലും കഷ്ടപ്പെടുന്ന പാർട്ടി പ്രവർത്തകർ ആ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ കൊല ചെയ്യപ്പെട്ടു. പാർട്ടി അവർക്ക് എന്ത് നൽകി എന്നുള്ളത് ആ കുടുംബം പോലും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ കൊലപാതകത്തിനെല്ലാം പ്രേരണ നൽകിയ പിണറായി വിജയൻ എന്ന നേതാവ് കട്ടും തട്ടിപ്പ് നടത്തിയും BJP-യുടെ കെണിയിൽ അകപ്പെട്ടപ്പോൾ തൻ്റെ ജീവനും മക്കളുടെ ജീവനും രക്ഷിക്കാൻ വേണ്ടി 100 കണക്കിന് രക്തസാക്ഷികളെയാണ് കഴുതകളാക്കി മാറ്റിയിരിക്കുന്നത്. ഏതായാലും അത് കണ്ണൂരിൽ തന്നെ കണ്ടതോടുകൂടി പാർട്ടിക്ക് വേണ്ടി ചോര ചീന്തിയവരും കുടുംബവും ഇത് ഉപേക്ഷിക്കുന്ന തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്.